ഈ ബജറ്റിന് ഒരു പ്രസക്തിയില്ല, ഒരു പ്രസക്തിയില്ല. ഇത് നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല. അടുത്ത 26-27 വർഷത്തിലേക്കുള്ള ബജറ്റ് UDF സർക്കാർ അവതരിപ്പിക്കും. ആ ബജറ്റായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഈ ബജറ്റ് ഒരു പ്രസക്തിയില്ല. ഇത് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല. അടുത്ത ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ബജറ്റായിരിക്കും കേരളത്തിൽ അടുത്ത സാമ്പത്തിക വർഷം നടപ്പാക്കാൻ പോകുന്നത്. ഇത് മുഴുവൻ കാപട്യം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. മുഴുവൻ പ്ലാനിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുകയാണ്. പ്ലാൻ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു പ്ലാന്റെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂച്ച പെറ്റി കിടക്കുന്ന ഒരു ഖജനാവിൻ്റെയും പരിതാപകരമായ അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കിയ സർക്കാരാണ്. റവന്യൂ, ഒരു ഗവൺമെന്റിന്റെ ജോലി എന്താ? റവന്യൂ വരവാണ്. ഇന്ത്യയിൽ GST നടപ്പിലാക്കിയപ്പോൾ കൺസ്യൂമർ പോയിന്റിൽ പോയിന്റിൽ ടാക്സ് ഉള്ള GST ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റായ കേരളമായിരുന്നു നമ്പർ 1 ബെനിഫിഷ്യറി ആവേണ്ടത്. 30% നികുതി വരുമാനം ഉണ്ടാകേണ്ട ഒരു സംസ്ഥാനത്ത് 10% താഴെ നികുതിയുടെ ഗ്രോത്ത് ഉള്ളൂ. അത് ആവറേജാണ്. പല സംസ്ഥാനങ്ങളും മാനുഫാക്ചറിങ് സ്റ്റേറ്റ് വരെ റവന്യൂ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിച്ചു. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടം, നേരിട്ടുള്ള കടം, പ്രത്യക്ഷത്തിലുള്ള കടം, പരോക്ഷമായ കടം, ക്ഷേമനിധികളിൽ നിന്ന്, അതുപോലെ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് എല്ലാം സർക്കാർ പണം കടമെടുക്കുകയാണ്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കാലമായപ്പോൾ ആശാവർക്കർക്ക് 1000 രൂപ കൂട്ടുക, അംഗൻവാടിക്ക് 1000 കൂട്ടുക. അവരിവിടെ സമരം ചെയ്തപ്പോൾ അവരെ പരിഹസിച്ചാണ്. ആശാവർക്കർമാരെ പരിഹസിച്ചു, അംഗൻവാടി ടീച്ചർമാരെ പരിഹസിച്ചു. ഞങ്ങൾ ഈ വിഷയങ്ങളെല്ലാം നിയമസഭയിൽ കൊണ്ടുവന്നാണ്. നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ 1 രൂപ പോലും അത് കൂട്ടിക്കൊടുക്കൂല. ഇപ്പൊ കൂട്ടിക്കൊടുക്കാൻ പറ്റില്ല, കേന്ദ്രം കൂട്ടട്ടെ എന്ന് പറഞ്ഞതാണ്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണെങ്കിലും 1000 രൂപ കൂട്ടി ഇവർക്ക് കൊടുക്കേണ്ടി വരില്ല. കാരണം ഇതെല്ലാം ഓർഡറായിട്ട് വരുമ്പോഴേക്കും അടുത്ത ഗവൺമെന്റ് വരുള്ളൂ. 1 രൂപ കൊടുക്കേണ്ടി വരില്ല ഇവർക്ക്. ഇതെല്ലാം ഓർഡറായി, ഗവൺമെന്റ് ഓർഡറായി ബജറ്റ് പ്രാബല്യത്തിൽ വരുമ്പോഴേക്കും അടുത്ത ഗവൺമെന്റാണ്. എന്നിട്ട് 1000 രൂപ അംഗൻവാടിക്ക് കൂട്ടി, 1000 രൂപ ആശാവർക്കർക്ക് കൂട്ടി, 1000 രൂപ സാക്ഷരതാ പ്രേരക കൂട്ടി. അതെല്ലാത്തിൻ്റെയും സാമ്പത്തിക ഭാരം മുഴുവൻ അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ്. അത് വളരെ കൗശലത്തോടു കൂടി, വളരെ ബുദ്ധിപൂർവ്വം വരാൻ പോകുന്ന ഗവൺമെന്റിന്റെ തലയിൽ മുഴുവൻ സാമ്പത്തിക ഭാരവും കെട്ടിവെച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 2023-24 75% പ്ലാൻ നടപ്പാക്കിയത്. ഇപ്പം അത് 38. കഴിഞ്ഞ വർഷം 2024-25 50% പ്ലാൻ സൈസ് കട്ട് ചെയ്തു. എന്നാലോചിച്ച് ഇപ്പൊ 38% ആയിട്ടുള്ളൂ. എങ്ങനെ വന്നാലും 50% ആവില്ല. അപ്പോൾ പ്ലാനിന്റെ പോലും 50% മാത്രം ചെലവാക്കുന്ന ഒരു ഗവൺമെന്റ് പിന്നെ എന്ത് വിശ്വാസ്യതയാണ് അവർക്കുള്ളത്? അവർ പറയുന്ന കാര്യങ്ങൾക്ക് എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ച നിരവധി പദ്ധതികൾ, അതിലൊരു 75% പദ്ധതികളും നടപ്പാക്കിയിട്ടില്ല. ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ ബജറ്റ് പ്രഖ്യാപനത്തിന്റെ ഒരു പെർഫോമൻസ് ഓഡിറ്റിംഗ് നടത്തി ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ തയ്യാറുണ്ടോ? കഴിഞ്ഞ വർഷത്തെ ബജറ്റ് പ്രഖ്യാപനത്തിന്റെ, ഇനി വരാൻ പോണത് അവർ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതല്ല, അവരുടെ ഗവൺമെന്റ് ചെയ്യേണ്ടതല്ല. കഴിഞ്ഞ വർഷം ബജറ്റിന്റെ ഒരു പെർഫോമൻസ് ഓഡിറ്റിംഗ് തയ്യാറാക്കി ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ അവർ തയ്യാറുണ്ടോ? അവർ വെല്ലുവിളിക്കുകയാണ്. ഇത്രമാത്രം കേരളത്തെ സാമ്പത്തികമായി തകർത്ത് തരിപ്പണമാക്കിയ കേരളത്തിന്റെ ഭരണചരിത്രത്തിൽ ഇത്രമാത്രം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർത്ത മറ്റൊരു സർക്കാർ ഉണ്ടായിട്ടില്ല.